ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നൊരു ഹാഫ് ഡേ മൈ ലൈഫാണ്. നമ്മളിത് മുമ്പിൽ നിന്ന് പറിച്ച മാങ്ങയാണ്. നല്ല അടിപൊളി വലിയ മാങ്ങയാണ്. പിന്നെ നമ്മൾ രാവിലെ തന്നെ പേപ്പർ വായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തോട്ടെല്ലാം നടക്കുന്നുണ്ട് ഗായ്സ്. പിന്നെ ഇന്ന് രാവിലെ നെയ്പ്പത്തലും ഉള്ളി മൊളീഷനുമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്പ്പത്തലിന് വേണ്ടിയിട്ട് കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം മിക്സിയുടെ ജാറിലിടുന്നുണ്ട്. ബ്ലാക്ക് വീണ്ടും വന്നിട്ടുണ്ട് ഗായ്സ്. പിന്നെ അതിൽ തേങ്ങ ഇടുന്നത് നമ്മൾ മിക്സിൻ്റെ ജാറിൽ. കൊച്ചുള്ളിയും പച്ചമുളകും ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ പെരിഞ്ചീരകം ഇടുന്നുണ്ട്. ഇത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ച പേരക്കയാണ്. പിന്നെ നമ്മൾ ആ മിക്സിലേക്ക് ആ തേങ്ങയും കൊച്ചുള്ളിയും പച്ചമുളകും ഇടുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മളെനിക്ക് അരച്ച മിക്സിൽ അതിട്ടിച്ച് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ അരിപ്പൊടി എല്ലാം ഇട്ടിച്ച് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അത് കുഞ്ഞൻ വന്നിട്ടുണ്ട്. കുഞ്ഞൻ രാവിലെ തന്നെ കളിച്ചിട്ടില്ലാടി ഇരിക്കുന്ന. പിന്നെ നമ്മൾ പല്ല് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മൊളീഷൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. പാലിൻ്റെ പാത്രം കയറുന്നതാണ്. നമ്മൾ വെല്ലുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടിയിലേക്ക് നെയ്യാണ് ചേർക്കുന്നത്. 6 kg നെയ്യാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി ഇടുന്നുണ്ട്. ഉള്ളി ഇട്ടിട്ട് നമ്മൾ പിന്നെ കരിയാപ്പില ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ചായക്ക് വെള്ളം വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് പച്ചമുളക് ഇടുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ തക്കാളി ഉടയുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കണം. നമ്മൾ 4 തക്കാളിയാണ് എടുത്തത്. നല്ലോണം ഉടച്ച് പേസ്റ്റ് ആക്കണം. പിന്നെ നമ്മൾ മൂടി വെക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയിൽ നിങ്ങൾ എരിവിന് അനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ പാല് തളിച്ചതിന് ശേഷം അതിൽ ചായപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് കറിയിൽ. പുളി കുറവായിട്ട് നമ്മൾ വീണ്ടും ഒഴിക്കുന്നുണ്ട്.
അങ്ങനെ മുളക് പൊടി കുറച്ചും കൂടി ഇടുന്നുണ്ട് നമ്മൾ എരിവ് പോരായിട്ട്. നമ്മൾ ഉപ്പ് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ അടിപൊളി തക്കാളി മൊളീഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബ്ലാക്കും അവിടെ നോക്കിയിരിക്കുന്നുണ്ട്, കുഞ്ഞനും ഉണ്ട്. അങ്ങനെ നമ്മൾ തക്കാളി മൊളീഷൻ ഇവിടെ തിളക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മൂടി വെച്ചിട്ട് തീ ഓഫാക്കുന്നുണ്ട്. നമ്മൾ കീച്ച് വെച്ചതിന് ശേഷം നമ്മൾ പത്തൽ ചുടാൻ വേണ്ടിയിട്ട് കാസ്റ്റാണ്ട് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചായ ഏന്തുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിക്കുന്നുണ്ട് ചീൻചട്ടിയിലേക്ക്. ചീൻചട്ടി ചൂടായതിനു ശേഷം പിന്നെ നമ്മൾ പത്തൽ പരത്തുന്നുണ്ട്. നമ്മളൊരു പത്തൽ പരത്തി ചെയ്യിലിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പത്തൽ കൂട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പത്തലെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾ ചായ കുടിക്കാനാണ് പോകുന്നത്. നമ്മൾ 2 പത്തലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറി എടുക്കുന്നുണ്ട്. കറി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് പറഞ്ഞേ. പിന്നെ നമ്മൾ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ പാല് വന്നിട്ട് നമ്മൾ പാല് കാച്ചുന്നുണ്ട്. പിന്നെ ഒരാളിവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവൻ അമ്മേൻ്റെ പാവാട കണ്ടിച്ച് ഇതാ കുഞ്ഞിച്ചക്കൻ ആടെ പോയി കിടക്കുന്നുണ്ട്. അവൻ എങ്ങനെയാ ഉപ്പായെല്ലാം കണ്ടാൽ അതിൻ്റെ മേലെ കിടക്കും. പിന്നെ നമ്മൾ വെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് കടയുന്നുണ്ട് മോരുന്ന്. പിന്നെ നമ്മൾ ആ വെണ്ണ നെയ്യാക്കും. പിന്നെ നമ്മൾ വെള്ളമെല്ലാം തിളച്ച് നമ്മൾ അരി ഇടുന്നുണ്ട്. പിന്നെ അമ്മേൻ്റെ അടുത്ത് നിന്ന് ഇവനിപ്പോൾ പോകുന്നില്ല. ഈ കുഞ്ഞിച്ചക്കൻ വല്ലാത്ത പോക്കിരി ആയിട്ടുണ്ട് ഗായ്സ്. നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് വെണ്ണ എടുത്തിട്ടുണ്ട്. ഇത്രയും വെണ്ണ കട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ നമ്മൾ കായും മോര് ഒഴിച്ചിട്ട് വെക്കാനുള്ള കായും പച്ചമുളകും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് രസമാണ്. രസത്തിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് നമ്മൾ ഉണക്കയില പൊരിക്കുന്നുണ്ട്. മീനൊന്നും വാങ്ങില്ല ഗൈസ് ഇപ്പോൾ. ഇനി ഒരു നല്ലൊരു വീഡിയോ ബ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.